Good morning, dear my students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 7 ക്രിസ്റ്റൽ സിസ്റ്റം പഠിച്ചു. ഓരോ ക്രിസ്റ്റൽ സിസ്റ്റത്തിനും ഏതെല്ലാം ടൈപ്പിലുള്ള യൂണിറ്റ് സെല്ലുകൾ ഉണ്ടെന്നും ആ യൂണിറ്റ് സെല്ലുകളുടെ ആക്സസ് ആംഗിൾസ് എങ്ങനെയൊക്കെയാണ് നിലകൊള്ളുന്നത്, അതിൻ്റെ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ വശങ്ങളെല്ലാം തുല്യമാണോ, ആംഗിളുകളെല്ലാം തുല്യമാണോ, തുല്യമല്ലേ, ഏതെല്ലാം തുല്യം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പിന്നെ നമ്മൾ അതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചു. ഇനി നമുക്കൊരു യൂണിറ്റ് സെൽ കിട്ടിയാൽ നമ്മൾ ഈ അധ്യായത്തിലുടനീളം കൂടുതൽ പഠിക്കുന്നത് ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റമാണ്. ഇനി നമുക്ക് ആ യൂണിറ്റ് സെല്ലിൽ സ്ഫിയറുകളെയൊക്കെ എങ്ങനെയാണ്, സ്ഫിയർ എന്ന് പറയുന്നത് ഗോളം, നമ്മൾ ഇതിലെ കോൺസ്റ്റിറ്റ്യൂവന്റുകളെ, ഘടകതരികളെ, അതായത് കമ്പോണന്റ് പാർട്ടിക്കിൾസിനെ, സോളിഡ് നിർമ്മിച്ചിട്ടുള്ള ചെറു ചെറു തരികൾ, അത് ആറ്റമാകാം, മോളിക്യൂളാകാം, അയോണാകാം, അല്ലെങ്കിൽ പോസിറ്റീവ് അയോൺസ് ഇൻ എ സീ ഓഫ് ഇലക്ട്രോൺസ് എന്നിങ്ങനെ പോകും. നാം ഇതിനെ എല്ലാത്തിനെയും ഒരു സ്ഫിയറായി സങ്കല്പിച്ചിട്ട് ഈ യൂണിറ്റ് സെല്ലുകളിൽ ഫിക്സ് ചെയ്യുകയാണ്. നമുക്കതിന് ആദ്യം സിമ്പിൾ ഓർ പ്രിമിറ്റീവ് സെല്ലിൽ എടുക്കാം. എന്തെടുക്കാം? സിമ്പിൾ ഓർ primitive cell. ഇങ്ങനെ സിമ്പിൾ ഓർ പ്രിമിറ്റീവ് സെൽ എടുക്കുമ്പോൾ അതിന്റെ ഒരു എഡ്ജ്, ഇതൊരു എഡ്ജാണ്. എത്ര എഡ്ജുകളുണ്ട്? 1 2 3 4. ചുവട്ടിലും അതുപോലെ 4 എഡ്ജസ്, 4 + 4 8, ചുറ്റും 4, 8 + 4 12 എഡ്ജസ്. അപ്പൊ ഈ വരച്ചിരിക്കുന്ന ലൈൻ സെഗ്മെന്റുകൾ എണ്ണി നോക്കിയാൽ മതി, എഡ്ജുകളായി കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു എഡ്ജിൽ ഞാൻ 2 സ്ഫിയറുകളെ കൊണ്ടുവന്ന് ബന്ധിപ്പിക്കുമ്പോൾ ആ 2 സ്ഫിയറുകളും ജസ്റ്റ് ടച്ച് ഈച്ച് അതർ എന്ന രീതിയിൽ നിലകൊള്ളും. കോർണറിൽ ഒരു സ്ഫിയറിനെ വെച്ചു, തൊട്ടടുത്ത കോർണറിൽ അടുത്ത സ്ഫിയറിനെ വെച്ചു. ഈ 2 ഗോളങ്ങളും 2 സ്ഫിയറുകളും ജസ്റ്റ് ടച്ച് ഈച്ചതായിട്ടാണ് നിലകൊള്ളുന്നത്. യു ക്യാൻ സീ. യെസ്. അപ്പൊ ഇവിടെ ആദ്യ സ്ഫിയറിന്റെ റേഡിയസ് ആർ. എന്താണ് റേഡിയസ്? ആർ. ഒരു ഗോളത്തിന്റെ ആരം എന്നൊക്കെ മലയാളം മീഡിയം കുട്ടികൾ പറയും. റേഡിയസ് ആർ എന്ന്. അടുത്തതിന്റെ റേഡിയസ് ആർ. അപ്പൊ അവിടെ രണ്ടിടത്തും ആർ ആർ എന്ന് പറഞ്ഞ കാര്യം ഗോളത്തിന്റെ നേർ പകുതി ഭാഗം എഡ്ജിനകത്തേക്ക്, ബാക്കി പകുതി ഭാഗം പുറത്തുപോയി. അപ്പൊ ഇതിനൊരു കാര്യം മനസ്സിലാക്കാം. സാറെ തൊട്ടടുത്ത് ഇനിയൊരു ക്യൂബ് വരുമ്പോൾ ഈ സ്ഫിയർ എന്ന് പറയുന്നത് മറ്റു ക്യൂബുകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. കാരണം ഇങ്ങോട്ട് വരും, മുകളിലേക്ക് വരും, അടുത്ത സൈഡിലേക്ക് വരും. ഇങ്ങനെ ഉള്ള ക്യൂബിക് ബോക്സുകൾ ചേർന്നതാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, 2 ക്യൂബിക് ബോക്സുകൾ ചേർന്ന് നിൽക്കുമ്പോൾ അവയുടെ രണ്ടിന്റെയും വാൾ 2 പേർക്കും പൊതുവായിട്ടുള്ളതാണ്. എന്നിട്ട് ഞാൻ ഉദാഹരണം പറഞ്ഞു. നമ്മുടെ ഹാൾ എടുക്കുക. നമ്മുടെ വീട്ടിലെ ഈ മുറിയുടെയും അടുത്ത മുറിയുടെയും ഭിത്തികൾ ഒന്നാണ്. 2 ഭിത്തികളുണ്ടോ? ഇല്ല. അപ്പൊ ഈ ഹാളിന്റെ വാൾ അടുത്ത ഹാളിന്റെ വാൾ തന്നെയാണ്. That means എല്ലാം ക്ലോസ്ലി പാക്ഡ് എന്നർത്ഥം. ക്യൂബുകൾ എല്ലാം കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നു. എല്ലാ ക്യൂബുകൾക്കും കോമൺ ഭിത്തികൾ. അപ്പോൾ ഇവിടെ 2 സ്ഫിയറുകളെ കോർണറിൽ കൊണ്ടുവന്ന് ബന്ധിച്ചു. അങ്ങനെ ബന്ധിച്ചപ്പോൾ അവ രണ്ടും ജസ്റ്റ് ടച്ച് ഈച്ച് അതർ ത്രൂ ദെയർ റേഡിയൽ ലെങ്ത്. അങ്ങനെയെങ്കിൽ ഈ എഡ്ജിന്റെ ലെങ്ത് എന്ന് പറയുന്നത് A = R + R. എങ്ങനെ കൊടുക്കാം? 2 റേഡിയസിന്റെ കൂടെ ലെങ്ത് എടുത്ത് കൂട്ടിയാൽ എഡ്ജ് ലെങ്ത് ആയി കഴിഞ്ഞില്ലേ? R + R എന്നുള്ളത് എങ്ങനെ എഴുതാം? 2R എന്ന് എഴുതാം. So what is the relation between edge length of a primitive cell and radii of spheres എന്ന് ചോദിച്ചാൽ, for a simple or primitive unit cell edge length A = 1. അപ്പോൾ നമുക്കിനി ഈ എഡ്ജ് ലെങ്തിനെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട്
നിങ്ങൾ 9ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് പൈതഗോറസ് തിയറം എന്ന് കേട്ടിട്ടുണ്ട്. അതുപയോഗിച്ച് ധാരാളം പ്രോബ്ലം മാത്തമാറ്റിക്സിൽ ചെയ്തിട്ടുണ്ട്. ആയതിനാൽ നമുക്ക് അതൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു ക്യൂബ് വരച്ചിട്ട് അതിന്റെ ഒരു ഫേസ് മാത്രം ഞാൻ എഴുതുക. എന്തെഴുതുകയാണ്? only one face. എത്ര ഫേസുകൾ ഉണ്ട് ക്യൂബിന്? 6 ഫേസുകൾ. എത്ര എഡ്ജുകളാണുള്ളത്? 12. അപ്പൊ 12 edges, 6 faces. ഏതൊക്കെ 6 ഫേസ്? നമ്മളൊരു ക്യൂബിനെ വരച്ചു കഴിയുമ്പോൾ ആ ക്യൂബിന്റെ 6 ഫേസുകൾ എങ്ങനെ നമുക്ക് കണക്കുകൂട്ടാം? ഒന്ന് മുകൾ ഭാഗത്തായിട്ട്, അടുത്തത് അതിരിക്കുന്ന ബേസ് ഫ്ലോറിൽ അല്ലെങ്കിൽ ഒരു പ്ലെയിനിൽ അല്ലെങ്കിൽ ഒരു പ്രതലത്തിൽ ഇരിക്കുമ്പോൾ അതിന്റെ താഴത്തെ ഫേസ്. അപ്പൊ 2 ഫേസുകൾ മുകളിലും താഴെയുമായി, ചുറ്റും 4 ഫേസുകൾ. 1, 2, ഈ സൈഡിൽ 3, നെക്സ്റ്റ് സൈഡിലായിട്ട് 4 വരും. 4 + 2 6. അതിലൊരു ഫേസ് മാത്രം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നു. ഈ ഒരു ഫേസ് മാത്രം. അപ്പൊ ആ ഫേസിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. അതാണ് ഫേസ്. Can you see? ഈ ഒരു ഫേസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റി. യു ക്യാൻ ഇമാജിൻ എനി ഫേസ്. കാരണം ക്യൂബിനെ സംബന്ധിച്ച് എല്ലാ എഡ്ജും തുല്യമാണ്. അപ്പൊ ഇത് എ ആണെങ്കിൽ അടുത്തതും എ, അടുത്തതും എ. ഓൾ സൈഡ്സ് ആർ ഈക്വൽ. അങ്ങനെയുള്ള ഒരു ഫേസിന്റെ എതിർമൂലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് ഡയഗണൽ. ഫേസിൻ്റെതായതിനാൽ നമുക്കതിനെ ഫേസ് ഡയഗണൽ ഡി എന്ന് കൊടുക്കാം. ഇത്തരം ഒരു ഫേസ് ഡയഗണൽ ചേർത്ത് വരച്ചപ്പോൾ ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അപ്പോൾ ഇത് എ, അടുത്ത സൈഡ് എ. ഈ 2 സൈഡുകൾ അറിയാമെങ്കിൽ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ഇത് പൈതഗോറസ് തിയറം. ബേസ്, ആൾട്ടിറ്റ്യൂഡ്, ഹൈപ്പോട്ടിനസ്. പാദം, ലംബം, കർണം എന്നിങ്ങനെ മലയാളം മീഡിയം പറയുന്നത്. ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടിനസ് സ്ക്വയർ. അപ്പോൾ നമുക്കതിനെ ഇക്വേഷന്റെ ഫോമിലേക്ക് തന്നെ എഴുതാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ബേസ് സ്ക്വയർ പ്ലസ് അടുത്തത് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടും? ഹൈപ്പോട്ടിനസ് സ്ക്വയർ. അപ്പൊ ബേസ് സ്ക്വയർ, ബേസിന്റെ നീളം എഴുതാമല്ലോ നമുക്ക്. എ സ്ക്വയർ പ്ലസ് അടുത്ത എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയറോട് എ സ്ക്വയർ കൂട്ടി എന്ത് കിട്ടും? 2a സ്ക്വയർ എന്ന് കിട്ടും. കാരണം x സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 2x സ്ക്വയർ. a സ്ക്വയർ പ്ലസ് a സ്ക്വയർ ഈസ് ഈക്വൽ ടു 2a സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിന്റെ സ്ക്വയർ റൂട്ട് മതി. കാരണം എനിക്ക് ഫേസ് ഡയഗണലിന്റെ നീളം മതി. നീളം സ്ക്വയർ വേണ്ട, ഡയഗണൽ സ്ക്വയർ വേണ്ട. അങ്ങനെ അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുകയാണെങ്കിൽ d is equal to √2 into a. ശരിയല്ലേ? കാരണം ഇത് സ്ക്വയർ ആണ്. അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 2ന്റെ സ്ക്വയർ റൂട്ട് √2, a സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എന്തായിരിക്കും? a ആയിരിക്കും. സോ d is equal to എന്തെന്ന് കിട്ടി? ഫേസ് ഡയഗണൽ is equal to അതോട് √2 into a. ഈ a മാറ്റി എഴുതണം. റൂട്ടിനുള്ളിലേക്ക് പോകരുത്. കാരണം എ സ്ക്വയറിന് സ്ക്വയർ റൂട്ട് ഉണ്ട്, എ 2നും സ്ക്വയർ റൂട്ട് ഉണ്ട്. പക്ഷെ അതൊരു പോയിന്റ് നമ്പർ അല്ലെങ്കിൽ ഡെസിമൽ നമ്പർ ആകുമ്പോൾ നമ്മൾ √2 എന്ന് ഇപ്പോൾ ഇക്വേഷൻ ഡെറിവ് ചെയ്യുന്ന ഭാഗത്ത് കൊടുത്തിരിക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ വേണം √2ന്റെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ d is equal to √2. ഇനി മറ്റൊരു കോൺസെപ്റ്റ് ഇതിൽ വരുന്നുണ്ട്. എന്താണ് എന്ന് ചോദിച്ചാൽ ഈ ഫേസ് ഡയഗണലിൽ 3 സ്ഫിയറുകൾ വരുന്നുണ്ട്. എത്ര സ്ഫിയറുകളാണ് വരുന്നത്? 3 സ്ഫിയറുകൾ. 1, 2,
3. ഈ സ്ഫിയറിന്റെ പകുതി റേഡിയസ് മുഖത്തിനകത്തേക്കായി, അപ്പോൾ പുറത്തേക്ക് ബാക്കി റേഡിയസ് കിടക്കുക. അടുത്തതിന്റെ കംപ്ലീറ്റ് റേഡിയസ് അവിടെ ഉണ്ട്. 2 റേഡിയസ് ആണല്ലോ ഒരു സ്ഫിയറിന്റെ ഡയമീറ്റർ 2r ആണല്ലോ, ട്വൈസ് ദി റേഡിയസ് ആണല്ലോ, ട്വൈസ് ദി റേഡിയൻ ആണല്ലോ. സോ r പ്ലസ് r. മൂന്നാമത്തെ എന്താണ്? അപ്പൊ എത്ര റേഡിയസ് ആണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്? 4 എണ്ണം. ഇവിടെ പുറത്തേക്ക് എന്ത് പോയി? ബാക്കി റേഡിയസ് പുറത്ത് കിടക്കുക. അപ്പൊ there are 3 spheres. They are destined to touch each other along the length of phase diagonal. Therefore, phase diagonal length D is equal to R plus R plus R is equal to 4R എന്ന് കൊടുക്കാം. ശരിയല്ലേ? 4 റേഡിയസ് കൂട്ടി കിട്ടുന്നതാണ്. അപ്പൊ D is equal to root 2a phase diagonal. അടുത്തതും D is equal to 4R phase diagonal. ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ എഴുതാം 4R is equal to root 2 into a എന്ന് എഴുതാം. അത് correct? Yes or no? അപ്പോൾ റേഡിയസ് എന്താന്ന് ചോദിച്ചാൽ root 2 by 4 into a എന്ന് കിട്ടി. അപ്പോൾ ഫേസ് ഡയഗണലിലൂടെ നമ്മൾ റേഡിയസും എഡ്ജ് ലെങ്തും തമ്മിലുള്ള ബന്ധം നിർണയിച്ചു കഴിഞ്ഞു. What is the radii of constituents? Root 2 by 4 into a. ഇങ്ങനെ കിടക്കുന്ന ഈ നമ്പറിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. How can we simplify? എനിക്കിത് സിംപ്ലിഫൈ പറയണമെങ്കിൽ ഈ റൂട്ട് 2നെ നമ്മൾ റിമൂവ് ചെയ്യണം. റൂട്ട് 2നെ റിമൂവ് ചെയ്യാനുള്ള മാർഗം എന്താണ്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പിടികിട്ടി. ഇവിടെ നമ്മൾ പൈതഗോറസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഫേസ് ഡയഗണൽ കണ്ടെത്തി E is equal to root 2a എന്ന് കിട്ടി. അടുത്ത നമ്മൾ സ്ഫിയറുകളെ ചേർത്ത് വെച്ചുകൊണ്ട് അതിന്റെ റേഡിയസിന്റെ നീളം അളന്ന് ഫേസ് ഡയഗണലിന്റെ നീളം കണക്കാക്കാൻ കഴിഞ്ഞു. കാരണം ഫേസ് ഡയഗണലിൽ 3 സ്ഫിയറുകൾ ജസ്റ്റ് ടച്ച് ഈച്ച് അതർ എന്ന രീതിയിൽ നിലകൊള്ളുന്നു. സോ വി ക്യാൻ റൈറ്റ് D is equal to 4 ആറുകൾ ചേർത്ത് കൂട്ടുക. That is D is equal to 4R. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ആദ്യ സ്ഫിയറിന്റെ പകുതി പുറത്തും അതുപോലെ ഒടുവിലത്തെ സ്ഫിയറിന്റെ പകുതി പുറത്തുമായിരുന്നു. ബാക്കി മിഡിലുള്ള ഒരേ ഒരു സ്ഫിയറിന് പൂർണ്ണമായി റേഡിയസ് 2 റേഡിയസും അകത്തതാണ്. ഇവിടെ ഫേസ് ഡയഗണൽ D ആണ്, ഇവിടെയും ഫേസ് ഡയഗണൽ D ആണ്. 2 മാർഗത്തിൽ കണ്ടുപിടിച്ചു. നമ്മൾ 5 + 2 7 എന്ന് പറയും. 6 + 1 7. 4 + 3 7. അപ്പൊ നമ്മൾ പല രീതിയിൽ കൂടി ആ 7 കണക്കാക്കുന്നുവെങ്കിൽ ആ 7 എന്ന മാഗ്നിറ്റ്യൂഡ് എല്ലാവർക്കും ഒന്നാണെങ്കിൽ ബാക്കിയുള്ളവരും സമമായിരിക്കും. സോ D is equal to root 2a, D is equal to 4R. അങ്ങനെയെങ്കിൽ 4R is equal to root 2a. Then we can write R is equal to root 2 by 4 into a. ഇവിടെ ഈ root 2നെ നമുക്ക് റിമൂവ് ചെയ്യാനുള്ള മാർഗം എന്താണ് എന്ന് നോക്കാം. How can we remove this root 2? R is equal to root 2 by 4 into root 2 by root 2 into a. കാരണം root 2 by root 2 എന്ന് പറഞ്ഞാൽ മുകളിലും root 2 താഴെയും root 2 കൊണ്ട് ഗുണിച്ചു. മുകളിലും താഴെയും root 2 കൊണ്ട് ഗുണിക്കുന്നു എന്ന് പറഞ്ഞാൽ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. root 2 by root 2 എത്രയാണ്? 1. ഏതൊരു നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ നമ്പറിന് വ്യത്യാസം വരും, റിസൾട്ടിന് വ്യത്യാസം വരില്ല. അതുകൊണ്ട് നമ്മൾ ഷോർട്ടാക്കി മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഒരു മാർഗമാണ് root 2 by root 2 കൊണ്ട് മുകളിലും താഴെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് root 2 into root 2 എന്ന് പറയുമ്പോൾ root 4 by 4 root 2 എന്ന് കിട്ടും into a. അപ്പോൾ ഈ root 4 എന്ന് പറഞ്ഞാൽ 4ന്റെ എന്താണ്? സ്ക്വയർ റൂട്ട് 2 ആണ്. 2a by ബാക്കി 4 root 2 എന്ന് വരും. 2ഉം 4ഉം കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ 2 കിട്ടും. ചുവട്ടിൽ എഴുതി ഈസ് ഈക്വൽ ടു a by 2 root 2 എന്നെഴുതാം. അതായത് R ഈസ് ഈക്വൽ ടു a by 2 root 2 എന്നാണെങ്കിൽ a ഈസ് ഈക്വൽ ടു 2 root 2 ആണെന്ന് കിട്ടും. കണ്ടോ?
അപ്പൊ കഴിഞ്ഞ ഇക്വേഷനും ഈ ഇക്വേഷനും തമ്മിൽ വളരെയധികം സിംപ്ലിഫൈഡ് ഫോമിലായി. അപ്പോൾ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ സൗകര്യപ്രദമായി എടുക്കാം. അതിനാണ് നമ്മൾ ഈ സിംപ്ലിഫിക്കേഷൻ ചെയ്തത്. Therefore, we can write A is equal to 2 root 2 R. What is the relation between edge length and radius spheres? A is equal to 2 root 2 R. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയുന്നത്, എനിക്ക് മെയിലിൽ കുറെ സംശയങ്ങൾ, എടുക്കേണ്ട ചാപ്റ്ററുകളുടെ കാര്യങ്ങൾ ഒക്കെ ധാരാളം കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അതിൽ നിന്ന് എനിക്ക് ഒത്തിരി സന്തോഷമായി, കാരണം ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഞാൻ പൊതുവെ ഒരു സർവേ നടത്തിയപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ സ്കൂളിൽ നിന്നായിക്കോട്ടെ, മറ്റ് പ്രൈവറ്റ് ചാനലുകൾ മുഖേന, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ചെയ്തിട്ടുള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്ന ഓൺലൈൻ ക്ലാസ് ആയിക്കോട്ടെ, ഏതാണ്ട് കുറെ അധികം കുട്ടികൾ വേണ്ടത്ര ഗൗരവത്തോടു കൂടിയ ക്ലാസ്സുകളെ കാണുന്നില്ല. ഉഴപ്പിന്റെ ഒരു മാക്സിമം പീക്കിലേക്ക് പോകുന്ന ബഹുഭൂരിപക്ഷം കുട്ടികളുണ്ട്. അത് നിങ്ങൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്യണം. ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. കാരണം ഫലപ്രദമായ കൊറോണയ്ക്കെതിരെയുള്ള മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് പറയത്തക്ക അവസ്ഥയിലെത്തി. ലോകരാജ്യങ്ങൾ സർവ്വതും കിണഞ്ഞു പരിശ്രമിച്ച് കണ്ടെത്തി അത് ഉപയോഗിക്കാൻ പോവുകയാണ്. സ്കൂൾ ഉടനെ തുറന്നു. പരീക്ഷ നടത്തേണ്ട സമയത്ത് സർക്കാർ പരീക്ഷ നടത്തി പറ്റും. വർഷങ്ങൾ പാഴാക്കാൻ പറ്റില്ല, കാരണം അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ആ ഒരു പുതിയ കണ്ടീഷൻ ചെല്ലുമ്പോൾ സെക്കൻഡ് ടൈം, തേർഡ് ടൈം സ്മോൾ ചാപ്റ്റേഴ്സ് നിങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കുക. ചിന്തയില്ലാത്ത പഠനം ദീർഘനാൾ അല്ലെങ്കിൽ മനസ്സിലുറയ്ക്കാത്ത, തൂണുകളില്ലാത്ത ഒരു കൊട്ടാരം പോലായി. അത് ഉടനെ വീഴും. പരീക്ഷയെ ബാധിക്കും, റിസൾട്ടിനെ ബാധിക്കും. ഫസ്റ്റ് ഇയർ എങ്ങനെ അഫക്റ്റ് ചെയ്തു സെക്കൻഡ് ഇയർ എന്നുള്ളത് ഇപ്പോൾ സെക്കൻഡ് ഇയർ പഠിക്കുന്ന പല കുട്ടികൾക്കും അറിയാം. ഫോർ എക്സാമ്പിൾ, അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ മെയിൽ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഓർഗാനിക് കെമിസ്ട്രി ഏറ്റവും ഒടുവിൽ ഞങ്ങൾക്ക് കിട്ടി. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് അതിൽ സംശയങ്ങളുണ്ട്. നോമൻക്ലേച്ചർ, UPSC, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. പിന്നെ അതിനകത്ത് സ്ട്രക്ചറൽ എക്സ്പ്ലനേഷൻസ് ധാരാളം വരുന്നുണ്ട്. ബോണ്ടിങ് റേസ് ചെയ്തു വരുന്ന കാര്യങ്ങൾ, ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റുകൾ, സ്റ്റെബിലിറ്റി, അതുപോലെ ധാരാളം ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ഇഫക്റ്റുകൾ, ഇതെല്ലാം റിയാക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന സംഗതികളാണ്. അപ്പോൾ അതുകൊണ്ട് എന്തോ സാർ ഓർഗാനിക് കെമിസ്ട്രി തുടങ്ങും എന്ന് കുട്ടികൾ ചോദിച്ചു. ഞാൻ അവർക്ക് എക്സ്പ്ലനേഷൻ കൊടുത്തു. നിങ്ങളുടെ ആവശ്യപ്രകാരം ഉടൻ തന്നെ ഓർഗാനിക് കെമിസ്ട്രി ആരംഭിക്കാം. പക്ഷെ എൻ്റെ ഈ ചാനലിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോവുകയാണ്. കാരണം ഈ ചാനൽ ഇതിൻ്റെ പ്രോഗ്രാം, എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ഓൺലൈൻ ക്ലാസ് വീക്ഷിക്കുന്ന, കേൾക്കുന്ന, അത് എഴുതിയെടുക്കുന്ന, ശ്രദ്ധിക്കുന്ന കുട്ടികൾക്ക് ചാപ്റ്ററിൻ്റെ ഉടനീളമായിട്ടുള്ള കോണ്ടന്റ്, ഉള്ളടക്കം ശരിക്കും അവരുടെ മനസ്സിൽ നിൽക്കണം. അവർ കേട്ടു, കാര്യം ബോധ്യപ്പെട്ടു, വിശ്വാസം വന്നു, പുസ്തകം വായിച്ചു, വീണ്ടും അതിന് ഒരു ഉറപ്പ് കിട്ടി, പിന്നെ അവരൊന്ന് പ്രയോഗിച്ചു നോക്കുന്നു, പക്ക പെർഫെക്റ്റ്. ഇതൊക്കെ കുട്ടികൾക്ക് ഉണ്ടാകുന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ചെയ്തത്. അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത്, കഴിഞ്ഞ വീഡിയോകൾ, കഴിഞ്ഞ ചാനൽ പ്രോഗ്രാമുകളെല്ലാം നിങ്ങൾ അതിൻ്റെ ലിങ്ക് ഉപയോഗിക്കുക, അതിലൂടെ നിങ്ങൾ കാണുക, അതിലെ കാര്യങ്ങൾ കുറിച്ചെടുക്കുക. ഞാൻ പലപ്പോഴും വ്യക്തവും വളരെ സാവകാശവും ഭംഗിയുമായിട്ടാണ് കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഓരോ ചാനൽ, ഓരോ വീഡിയോ കഴിയുമ്പോഴും വാല്യുബിൾ ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. റെഗുലർ എക്സാമിന് മാത്രമല്ല, ഞാൻ അതിനെ മാത്രമല്ല കാണുന്നത്, അതും വേണം, അതിൽ നല്ല മാർക്ക് വേണം. മത്സര പരീക്ഷകൾ ഏതൊന്നാണ് ആ പരീക്ഷകൾക്കൊക്കെ, അതായത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എന്ന വിഭാഗം മാത്രമല്ല, മറ്റൊരുപാട് +2 കഴിഞ്ഞുള്ള പ്രവേശന പരീക്ഷകളുണ്ട് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോകാനുള്ളത്. അപ്പൊ അത്രയും ഏതൊരു പരീക്ഷയ്ക്ക് നിങ്ങൾ പോയാൽ, അതല്ലെങ്കിൽ തന്നെ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ആ ക്വാളിഫിക്കേഷൻ വെച്ച്, അല്ലെങ്കിൽ ഡിഗ്രിക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ ആ ക്വാളിഫിക്കേഷൻ വെച്ച് പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിക്കോട്ടെ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആയിക്കോട്ടെ, ബാങ്ക് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പോയാലും എൻ്റെ ഈ ക്ലാസ് നമുക്ക് യൂസ്ഫുൾ ആകണം. അവർ അവിടെ ആൻസർ ചെയ്യണം. അത് റിട്ടേൺ ടെസ്റ്റിൽ മാത്രമല്ല, മുഖാമുഖ പരീക്ഷയിൽ, ഇന്റർവ്യൂ എന്നൊക്കെ പറയും, അഭിമുഖ പരീക്ഷയിൽ ഒക്കെ അവർ വിജയം കൈവരിക്കണം എന്ന ലക്ഷ്യത്തോട് ഞാൻ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ട് അത് എങ്ങനെ അവർക്ക് എത്രത്തോളം അവർക്കത് യൂസ്ഫുൾ ആക്കി തീർക്കാൻ പറ്റുമോ. നോട്ട് ഓൺലി ഫോർ ദിസ് ഇയർ, ഈ വർഷത്തെ മാത്രമല്ല, ഫോർ ഫോർത്ത് കമ്മിങ് ഇയേഴ്സ്, വരുന്ന വർഷങ്ങൾക്കെല്ലാം അവർക്ക് ഈ പഠിക്കുന്നത് ഉപയുക്തമാകണം, ഉപകാരപ്രദമാകണം എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദയവായി
അപ്പോൾ ആ മെയിലിൽ നിന്ന് ഈ കാര്യങ്ങൾ വായിച്ചപ്പോൾ ഒത്തിരി സന്തോഷമായി. കാരണം ശ്രദ്ധിക്കുന്നു, വായിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ സംശയങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ ചില കുട്ടികൾ എന്നോട് ഓർഗാനിക് കെമിസ്ട്രിയുടെ പാർട്ട് തുടങ്ങുന്നില്ലേ എന്ന് ചോദിച്ചു. ദയവായി നിങ്ങൾ വെറുതെ കണ്ടു കളയരുത്. കാരണം ഇതൊരു സോഷ്യൽ ചാനൽ. അതിൽ മറ്റുള്ള പ്രോഗ്രാം കാണുന്ന പോലെ നിങ്ങൾ ലാഘവത്തോടു കൂടി കാണരുത്. കാരണം പിന്നെ നമുക്ക് പശ്ചാത്തലപ്പിക്കേണ്ടി വരും. യാതൊരു സംശയമില്ല. കാരണം നമ്മൾ പല വൈദ്യന്മാർക്ക് പോകും, പല ചികിത്സകൾ നടത്തും. അസുഖം അതിൻ്റെ പീക്കിലെത്തുന്ന സമയമാണ്, പരീക്ഷകളൊക്കെ എടുക്കുന്ന സമയം. അപ്പോഴൊക്കെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമ്പോഴേക്കും സമ്മിശ്രമായി പല ചാപ്റ്ററുകൾ കടന്നുപോയി കാണും കെമിയ ചാനൽ. അപ്പൊ പിന്നെ നിങ്ങൾ വീണ്ടും ഇതിന്റെ പിറകേട്ടേക്ക് പോയി ആ ചാനൽ എടുത്ത് നിങ്ങൾ വീണ്ടും നോക്കി വരിക. അപ്പൊ അത് നിങ്ങൾക്ക് അത്രയധികം ബുദ്ധിമുട്ടായി മാറും. ചെയ്യേണ്ടത്, എനിക്ക് മനസ്സിലാകുന്ന ക്ലാസ്സാണ്, എനിക്കത് സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്, എനിക്കതാണ് വേണ്ടത്. കാരണം കൺവേ ചെയ്യണം. കൺവേ ചെയ്യുന്നത് മറ്റൊരാൾക്ക് അതുപോലെ തന്നെ ഫുൾഫിൽ ആകുക. മനസ്സിൽ നിറയണം. നിറഞ്ഞ മനസ്സോടുകൂടി, സംതൃപ്ത മനസ്സോടുകൂടി പുസ്തകം തുറന്ന് വായിക്കുമ്പോൾ അത്രയധികം അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. അതാണ് ഞാൻ ലക്ഷ്യമിടുന്നത്. സോ ഞാൻ ദയവായി നിങ്ങളോട് പറയുകയാണ്, ഓൺലൈൻ സിസ്റ്റമായ ശേഷം എഴുത്തു കുറവാണ് കുട്ടികൾക്ക്, വായനാശീലം തീരെ കുറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് സാമാന്യമായിട്ട് ചിന്തിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കാരണം ഉണ്ണിയെ കാണുമ്പോൾ ഊരിന്റെ പഞ്ഞം അറിയാം. മിക്ക കുട്ടികളുടെയും ആക്ടിവിറ്റീസിൽ നിന്നും മൂവ്മെന്റിൽ നിന്നും ഒക്കെ മനസ്സിലാക്കാം. പക്ഷെ എങ്കിൽ തന്നെയും 100 കുട്ടികൾ എടുത്താൽ ഒരു 10-15 കുട്ടികൾ ഇപ്പോഴും ഇതിന്റെ മുന്നിൽ ഓൺലൈൻ ക്ലാസ് ശ്രദ്ധിക്കുകയും പുസ്തകത്തിന് മുന്നിൽ നന്നായി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഷുവർ ദേ വിൽ ഗെറ്റ് ബെസ്റ്റ് റിസൾട്ട്സ്. കാരണം അവർ അധ്വാനിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ഓഗസ്റ്റ്, സെപ്റ്റംബർ, നവംബർ ഒക്കെ ആകുമ്പോഴേക്കും വാക്സിൻ കണ്ടെത്തി കഴിഞ്ഞു. പരക്കെ വാക്സിനായി. പിന്നെ നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തും. അപ്പോഴേക്കും പരീക്ഷയാകും. അല്ലാതെ കൊറോണ എന്ന വൈറസ് എന്നുള്ള ആ ഒരു ഫ്രീഡത്തിൽ എൻ്റെ കുഞ്ഞിനെ ദയവ് ചെയ്ത് പഠനം ഉഴപ്പരുത്. ഞാൻ നിങ്ങൾക്കൊരു സൂചന തരികയാണ്, നിങ്ങളെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അഥവാ ഉഴപ്പുണ്ടെങ്കിൽ തന്നെ മാറ്റണം. ഉഴപ്പില്ലാതെ പഠിക്കുന്നുവെങ്കിൽ സന്തോഷം, വളരെ നല്ല കാര്യം. ഓക്കെ, നമ്മൾ എന്താണ് പഠിച്ചു നിർത്തിയത്? A is equal to 2√2r. What is the relation between edge length and radius base? ഇനി നമുക്ക് ഒരു ഡെറിവേഷൻ കൂടി പഠിക്കാം. ഈ ഡെറിവേഷൻ ഞാൻ മുന്നേ പറഞ്ഞിരുന്ന കാര്യം, ഇനി നമ്മൾ അടുത്തതിലേക്ക് വരുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂവൻസ് ഫിഗറുകൾ പാക്ക് ചെയ്ത് എത്രത്തോളം ചേർത്ത് അമർത്തി നിർത്താം, എത്ര സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലേക്ക് വരുന്ന ഇത്തരം റിലേഷൻഷിപ്പ് കൂടി നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അടുത്തത് ബോഡി സെന്റേഡ്, ബോഡി ഡയഗ്രം. ഇതൊക്കെ എവിടെ വരും എന്നുള്ളത് യൂണിറ്റ് സെല്ലിൽ എവിടെയൊക്കെ നമ്മൾ എംപ്ലോയ് ചെയ്യുന്നത് അടുത്ത ക്ലാസ്സിൽ സാർ എക്സ്പ്ലെയിൻ ചെയ്യും. പയ്യെ തിന്നാൽ പനിയും തിന്നാം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ? വലിച്ചുവാരി വായിക്കുക, വലിച്ചുവാരി എന്തൊക്കെയോ പഠിക്കുക, അവസാനം ദഹനം കിട്ടാതെ നമ്മൾ പരീക്ഷയ്ക്ക് ചെന്നിരിക്കുമ്പോഴാണ് നാം പുതിയ ഗവേഷകരായി തീരുന്നത്. പരീക്ഷാ ഹാളിൽ നിന്ന് നമ്മൾ സയന്റിസ്റ്റുകളാകും, റിസർച്ച് നടത്തും. എന്നിട്ടൊടുവിൽ നമ്മൾ ഫേക്കായ, തെറ്റായ ഉത്തരത്തിൽ എത്തിച്ചേരും. അല്ലേ? അതിനാവശ്യമില്ല. അപ്പോഴല്ല റിസർച്ച് ചെയ്യേണ്ടത്, ഇപ്പോഴേ നമ്മൾ സെർച്ചും റിസർച്ചും ഒക്കെ തുടങ്ങണം. അപ്പൊ ഇവിടെ ക്യൂബ് എടുക്കുന്നു, അതിന്റെ ബോഡി ഡയഗ്രം അല്ല. ബോഡി ഡയഗ്രം കേൾക്കുമ്പോഴേ അറിയാം, കഴിഞ്ഞ ക്ലാസ്സിലെ സാർ പറഞ്ഞു ബോഡി സെന്റേഡ് സ്ഫിയറുകളെ കോർണറിൽ സാറ് വെച്ചിട്ട് ഇങ്ങനെ കോർണേഴ്സിലെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട്, പിന്നെ എവിടെയാണ് വെച്ചത്? മിഡിൽ ഭാഗത്ത്, ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് ദ. അപ്പൊ എനിക്ക് ആ മിഡ്സ്റ്റിലേക്ക് വരുന്നപ്പോൾ ഞാൻ ഈ ബോഡി ഡയഗണൽ ലെങ്ത് ഞാനൊന്ന് കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് അതിന്റെ മിഡ്സ്റ്റിലേക്ക് നമുക്ക് പോകാം. അതായത് ക്യൂബ് പെട്ടിയുടെ ഉയരെയുള്ള ഒരു മൂലയും തൊട്ട് താഴെയുള്ള ഒരു എതിർമൂലയും. Did you understand? ബോഡി ഡയഗണൽ. ഈ ബോഡി ഡയഗണൽ ലെങ്ത് എനിക്ക് കണ്ടുപിടിക്കണം. അതിന് ഞാൻ ഫേസ് ഡയഗണൽ എടുത്തു. താഴെ നമ്മൾ കുറച്ചുകൂടി പഠിച്ചായിരുന്നു സാറേ. ഫേസ് ഡയഗണൽ എത്ര പഠിച്ചേ? √2 × a. ഓർമ്മ വരുന്നുണ്ടോ? a² + a² = 2a². 2a² സ്ക്വയർ റൂട്ട് 2 നമ്മൾ √2 ഇട്ട് കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ മറ്റൊരു നമ്പർ എഴുതണം, പോയിന്റ് നമ്പർ. അപ്പൊ നമുക്ക് പറയാൻ എളുപ്പമുണ്ട്. √2 പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ എഴുതണം. അപ്പൊ √2 പിന്നെ a കൊണ്ട് മാറ്റി കിട്ടും. √2 × a. അതുപോലല്ലേ ഇവിടെ കാണാൻ കഴിയുന്നെങ്കിൽ ഇതിന് വലുതായിട്ട് തന്നെ കൊടുക്കാം. √2 × a. ഇത് ഫേസ് ഡയഗണലാണ്, താഴത്തെ മുഖത്തിന്റെ. ഇത് എഡ്ജ് ലെങ്ത് എന്ന് അറിയാമല്ലോ.
ഇതിന്റെ ഇടയിലെ ആംഗിൾ 90 ഡിഗ്രി എന്ന് അറിയാമല്ലോ, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. എങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ഉപയോഗിക്കാം? പൈതഗോറസ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കാം ബോഡി ഡയഗ്രം കണ്ടുപിടിക്കാൻ. അതായത് √2 × a ഹോൾ സ്ക്വയർ പ്ലസ്, കാരണം ഫേസ് ഡയഗണൽ ലെങ്ത് √2a ആണ്. മറ്റ് രണ്ട് എഡ്ജുകളിൽ നിന്നും കണ്ടെത്തിയത്. ഇത് എഡ്ജ് ലെങ്ത് a, അടുത്ത എഡ്ജ് ലെങ്ത് a. അപ്പൊ √2 × a ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത ഏതെടുക്കാം? a സ്ക്വയർ. എത്ര ആയിരിക്കാം ബോഡി ഡയഗ്രം നമുക്ക് നോക്കാം. √2 × √2, അതായത് √2 സ്ക്വയർ എത്ര വരും? √2 × അറിഞ്ഞൂടാത്ത കുട്ടികളോട് അവർക്കൊന്ന് മനസ്സിലായിക്കോട്ടെ. √4 = 2. അപ്പൊ ഞാൻ അവിടെ 2 കൊടുത്തു. a യുടെ സ്ക്വയർ 2a സ്ക്വയർ പ്ലസ് a സ്ക്വയർ = 3a സ്ക്വയർ എന്നല്ലേ ബോഡി ഡയഗണൽ വരുന്നത്. അപ്പോൾ ബോഡി ഡയഗണലിന്റെ ഭാഗത്ത് നമുക്ക് ഏത് വില കൊടുക്കാം? 3a സ്ക്വയർ കൊടുക്കാം. പക്ഷേ അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. therefore we can say √3 × a ഇങ്ങോട്ട് മാറ്റി കൊടുത്തു. അപ്പൊ എന്താ കിട്ടിയത്? √3a. അതിന് ഇനി എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, കാരണം കുറച്ചൊന്നും നമ്മൾ √2a യുടെ പഠിച്ചതാണ്. അപ്പോൾ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ = ഹൈപ്പോട്ടനസ് സ്ക്വയർ അല്ലേ. അപ്പൊ 2a സ്ക്വയറിനോട് 1a സ്ക്വയർ കൂട്ടിയപ്പോൾ അത് കിട്ടി, 3a സ്ക്വയർ കിട്ടി. ഇത് ഹൈപ്പോട്ടനസ് സ്ക്വയർ ആണ്. എന്താണ്? ഹൈപ്പോട്ടനസ് സ്ക്വയർ ആണ്. എനിക്ക് ഹൈപ്പോട്ടനസ് സ്ക്വയർ അല്ല വേണ്ടത്, എനിക്ക് ഹൈപ്പോ ആ ലെങ്ത് മതി. ദാറ്റ് മീൻസ് ബോഡി ഡയഗണലിന്റെ എക്സാക്ട് ലെങ്ത് ആണ് എനിക്ക് ആവശ്യം. therefore അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? √3a എന്ന് കിട്ടി. ക്ലിയർ? യെസ് ഓർ നോ? മറ്റൊരു കാര്യം നമുക്ക് നോക്കാം. ഈ ബോഡി ഡയഗണൽ എങ്ങനെയാണ് സ്ഫിയറുകളിലേക്ക് ക്രമീകരിച്ചിരിക്കുന്നത്? ഹൗ സ്ഫിയേഴ്സ് ആർ അറേഞ്ച്ഡ് അലോങ് ദി ബോഡി ഡയഗണൽ. ബോഡി ഡയഗണൽ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു? അവിടെയും നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞതുപോലെ 3 സ്ഫിയറുകൾ. ഒന്നാമത്തെ സ്ഫിയർ, രണ്ടാമത്തെ സ്ഫിയർ, മൂന്നാമത്തെ സ്ഫിയർ. അവിടെ നമ്മൾ √3a മാറ്റി കൊടുത്തേക്കണം അല്ലേ. ഇവിടെയും സ്ഫിയറിന്റെ റേഡിയസ് ആർ അകത്ത്, ബാക്കി 6 പുറത്ത്. ദാറ്റ് മീൻസ് ഔട്ട്സൈഡ്. പക്ഷേ മിഡിലിരിക്കുന്ന r + r, ഏറ്റവും ഒടുവിൽ r. അപ്പോൾ ബോഡി ഡയഗണൽ ലെങ്ത് d = കുറച്ചു മുമ്പേ പൈതഗോറസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് √3 × a എടുത്തു. എന്നാൽ അടുത്തത് റേഡിയസ് വെച്ച് നോക്കിയപ്പോൾ r = 4r എന്നെടുത്തു. then √3 a = 4r, then a = 4r/√3 എന്നെടുക്കാം. അല്ലെങ്കിൽ r √3a = 4r. അങ്ങനെയെങ്കിൽ 4r √3a എന്നെടുക്കാം. ഇതിൽ റേഡിയസ് കണ്ടുപിടിക്കുവാൻ √3/4 × a എന്നെടുക്കാം. അങ്ങനെ നമ്മൾ 3 ടൈപ്പിലുള്ള ഇക്വേഷൻ ഫോമിൽ നമ്മൾ പഠിച്ചു. സിമ്പിൾ ഓർ പ്രിമിറ്റീവ് എടുത്തപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? a = 2r എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് ഫേസ് ഡയഗണൽ വെച്ച് 2√2r എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇവിടെ പറയും r = √3/4a. That is the relation between radii of spheres and edge length of a unit cell. അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് എന്ന അധ്യായത്തിന്റെ ഏതാണ്ട് 45-50% കഴിയുന്നുണ്ട്. അടുത്ത 1-2 ക്ലാസ് കൊണ്ട് നമുക്ക് സോളിഡ് സ്റ്റേറ്റ് കംപ്ലീറ്റ് ആക്കപ്പെടും. അത് കഴിഞ്ഞ് ഞാൻ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആ ക്വസ്റ്റ്യൻസ് നോക്കി നിങ്ങൾ അതിന്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമ്മൾ ഈ പഠിപ്പിച്ചു പോകുന്നതിനോടൊപ്പം തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ ചാപ്റ്ററിനൊടുവിൽ കൊടുത്തിട്ടുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസും ഈ പഠിപ്പിക്കുന്നതിൽ നിന്നുള്ള ചോദ്യങ്ങൾ NCERT അവരുടെ മോഡ് ഓഫ് ആസ്കിങ്, ചോദിക്കുന്ന രീതി, ചോദ്യത്തിന്റെ പാറ്റേൺ എപ്പോഴും നമ്മൾ അത്തരം ചോദ്യങ്ങളായിട്ട് നല്ല പരിചയപ്പെട്ടിരിക്കണം. അപ്പം അതൊക്കെ ഒന്ന് നോക്കണം. അതിന്റെ ആൻസറുകളൊന്ന് വർക്കൗട്ട് ചെയ്യാൻ നോക്കണം. പിന്നീട് മറ്റൊരു കാര്യം, നിങ്ങൾക്ക് സംശയങ്ങൾ വരും, കമന്റ് ബോക്സിൽ കുറിക്കേണ്ടതാണ്. റെഗുലറായി ഈ കരിയർ ചാനൽ നിങ്ങൾ കാണേണ്ടതാണ്. ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന വിവരണങ്ങൾ ഒരു പ്രത്യേക ബുക്കിൽ കുറിച്ചു വെക്കുക. ഓക്കെ, എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക. കൊറോണ പീരീഡ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വളരെ ലേസിനെസ് ഉണ്ടാക്കി, വളരെ ഉഴപ്പി
പിറകോട്ട് പോകാതെ കിട്ടുന്ന സമയം, നിങ്ങൾക്ക് ഇതുപോലൊരു സമയം ഇനി കിട്ടില്ല. നന്നായി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഓൺലൈൻ ക്ലാസ്സിന്റെ ഹിയറിംഗ് പറ്റൂല. അത് സയൻസ് എന്ന വിഷയത്തെ സംബന്ധിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഏത് സബ്ജക്റ്റായിട്ട് കമ്പ്യൂട്ടർ, ഇത്തരം സയൻസ് സബ്ജക്ട് പഠിക്കുമ്പോൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. വി ഹാവ് ടു ഡു. ആയതിനാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുകയും ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ ഓൺലൈനകത്ത് നിന്ന് കിട്ടുന്ന വിവരണങ്ങൾ, ടെക്സ്റ്റുകൾ വായിക്കാൻ നോക്കണം. മാക്സിമം ടെക്സ്റ്റ് റീഡിംഗ് വേണം. നമുക്ക് എഴുതേണ്ടതാണ്. സ്പെല്ലിംഗ് എറർ ഒന്നും ഉണ്ടാകരുത്. സ്പെല്ലിംഗ് എറർ ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല. കാരണം അതിനകത്ത് നമുക്ക് കെമിക്കൽ നെയിമുകളൊക്കെ വരുന്നുണ്ട്. പേരുകൾ മാറുന്നതിനനുസരിച്ച് മാർക്കുകൾ കുറയും. അപ്പൊ അതെല്ലാം നിങ്ങൾ സൂക്ഷ്മമായിട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവരും നല്ല ചുണക്കുട്ടികളായി മിടുക്കരായി നന്നായി മുന്നോട്ട് പഠിച്ചു പോരുക. ഓക്കെ, ദാറ്റ്സ് ഓൾ.